ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? കർണാടകയിൽ കടത്തി മംഗലാപുരത്തിന്റെ അടുത്ത് തന്നെ ഓർത്തികൾ ചുറ്റുകൊണ്ട് അവർക്ക് ലഭിക്കാത്ത ഒരു വിദ്യാഭ്യാസം മറ്റുള്ളവർക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തിന് പുറത്ത് നിരവധി സ്കൂളുകൾ കണ്ടുള്ള വ്യക്തിയായിരുന്നു ഹജ്ജബ് എന്ന് പറഞ്ഞൊരു വ്യക്തി. അപ്പൊ ഈ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് എന്താണ് കാണാൻ വേണ്ടി പറ്റുന്നത്? നമ്മളത് ഈ സമൂഹത്തിന്റെ ഭാഗമാണ് അല്ലേ? അപ്പൊ നമ്മൾ സമൂഹത്തിലെ ഓരോ വ്യക്തിയും അതിൽ അംഗമാകുന്ന ഓരോ വ്യക്തികളും എന്താണ് അറിയപ്പെടുന്നത്? പൗരൻ എന്ന് അറിയപ്പെടുന്നത് അല്ലേ? ആ പത്രത്തിലുള്ള ഓരോ പൗരനും നിർവഹിക്കേണ്ട കർത്തവ്യങ്ങളും കടമകളും ഉത്തരവാദിത്തങ്ങളും അടങ്ങുന്ന വ്യവസ്ഥയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? പൗരബോധം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഹജ്ജബ് എന്ന വ്യക്തി നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അദ്ദേഹത്തിന് ഒരു പൗരബോധമാണ്. അതുപോലെ തന്നെ നിരവധി വ്യക്തികളിൽ നമ്മുടെ സമൂഹത്തിൽ പൗരബോധം കൊണ്ടുവരാനായിട്ട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് നമുക്കിപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങൾ കണ്ടൽ ആളുകൾക്കിടയിൽ എന്റെ ജീവിതം എന്ന പുസ്തകം ആത്മകഥ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇദ്ദേഹം നല്ലൊരു കണ്ണൂർ സ്വദേശിയാണ്. കേവലം 2ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു കല്യാണം നോക്കിയിട്ട് തന്റെ ജീവിതത്തിലൂടെ സമൂഹത്തിന് മുന്നിലേക്ക് പൗരബോധത്തിന്റെ പ്രാധാന്യം പറ്റി വിളിച്ചു പറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ പൗരബോധം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? പൗരബോധം അല്ലെ? നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു എന്താണ് സമൂഹത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞ വ്യക്തികൾക്കിടയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രധാന ഘടകമാണ്. അപ്പൊ നമുക്ക് പൗരബോധത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്ന് പഠിക്കാം. പൗരബോധത്തിന്റെ പ്രാധാന്യങ്ങളില്ലേ? അപ്പൊ എന്തൊക്കെയായിരിക്കും പൗരബോധത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്? നമ്മൾ എപ്പോഴും അതായത് സ്വാർത്ഥതയില്ലാതെ വ്യക്തിയായിരിക്കുക. ഇത് നിസ്വാർത്ഥമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും. ഈ സ്വാർത്ഥതയില്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വ്യവസ്ഥയാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. സ്വാർത്ഥത ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുന്നു. പിന്നെ അരക്ഷിതാവസ്ഥയിലും നിരവധി പ്രശ്നങ്ങൾക്കിടയിൽ നമുക്ക് മറ്റുള്ളവരെ ചേർത്ത് നിർത്താൻ പറ്റുന്നൊരു കഴിവുണ്ടാക്കിയെടുക്കുകയാണ് പറയുന്നത്. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് 2018 മൂവി കണ്ടിട്ടില്ലേ? അതെന്ന് വെച്ചാൽ നമുക്ക് പ്രളയം എന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ രക്ഷിക്കുന്നതിന് വേണ്ടി നിരവധി വ്യക്തികളെ ഇന്നടക്കം കേരള ജനങ്ങളെ ഒന്നിച്ചുകൊണ്ടുള്ള ഒരു പ്രവണതയാണ് ഇത് കണ്ടത്. ഇതുമാണ് പൗരബോധത്തിന്റെ ഉദാഹരണമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പൗരബോധത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ ഓരോ വ്യക്തിയെയും നമ്മുടെ സമൂഹത്തിലെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് നമ്മൾ എടുക്കുന്ന ഒരു മുൻകൈയാണ് പൗരബോധത്തിന്റെ പ്രാധാന്യം നോക്കുന്നത്. നിങ്ങൾക്ക് തന്നെ സ്വന്തം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കുമ്പോഴേ പൗരബോധത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നിരവധി വ്യക്തികളിൽ കാണുന്നത് അല്ലെ? നിങ്ങൾക്ക് എല്ലാവരും അറിയോ? പാകിസ്ഥാനിലെ ലോകപ്രസിദ്ധമായ മലാല യൂസുഫ്സൈ തന്നെ പാകിസ്ഥാനിൽ തനിക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് അത് ലഭിക്കണമെന്ന് ആഗ്രഹത്തായി പ്രസംഗിച്ചാണ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർക്ക് ഒരു പെണ്ണിന് ഒരു പുസ്തകത്തിന്റെ ലോകത്തെ മാറ്റുന്നതിന് സാധിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് മലാല യൂസുഫ്സൈ. അതുകൊണ്ടാണ് കണിശമയത്തിലൊക്കെ മലാല യൂസുഫ്സൈ ലോകപ്രസിദ്ധ സമാധാനത്തിന് ഇടം നേടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പെൺകുട്ടി നമ്മൾ അതിന്റെ പ്രായത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതിനൊരു മുൻ പ്രധാനമന്ത്രി APJ അബ്ദുൽ കലാം നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് ഏറെ പ്രാധാന്യം അധികം നമുക്ക് ഉദാഹരണമാണ്. തന്റെ ഒരു പ്രസംഗത്തിന് വേദിയിൽ വരുന്നതിനും പണിമണി വഹിക്കുകയും ഉണ്ടായത്. അപ്പൊ ഇത്തരത്തിൽ തന്റെ ഒരു കർമ്മം ഇതുപോലെ പ്രവർത്തനത്തിലൂടെ പൗരബോധത്തിന്റെ പ്രാധാന്യം കുറിച്ച് പറഞ്ഞു. അതുപോലെ പ്രാചീന ലോകങ്ങളെ സമരത്തിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് മൈലമ. മദർ തെരേസ ജീവകാല പ്രവർത്തനങ്ങളിലും സംസ്കൃതിയും മറ്റു വ്യക്തി. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ദശരഥ മതി തന്റെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അതിനുള്ള ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അതായത് ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് പോകാൻ വഴിയില്ലാത്ത സാഹചര്യത്തിൽ അതിനുള്ള വഴിമാർഗം തെളിയിച്ച വ്യക്തിയാണ് നിരവധി വർഷങ്ങളിലേക്ക് ദശരഥ മതി. അപ്പൊ ഇത്തരത്തിലുള്ള വ്യക്തികളൊക്കെ നമുക്കിടയിൽ കാണുന്നത് പൗരബോധത്തിന്റെ പ്രാധാന്യമായിട്ടാണ്. പിന്നെ നമുക്ക് കുറച്ച് വാർത്തകൾ കടത്തി തലക്കുകയാണ് അതുപോലെ തന്നെ ഫസ്റ്റ് വിഷാംശം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ സമൂഹത്തിലെ ഓരോ വ്യക്തികളും ചെയ്യുന്നതാണ്. നമ്മളിത് മാറ്റിക്കൊണ്ട് ഈ ഒരു പ്രവർത്തികൾ നമ്മളിപ്പോൾ ഒരു വേസ്റ്റ് തിരിച്ചറിയുമ്പോൾ അത് നമുക്ക് ഒരു സേഫ്റ്റി ഉണ്ടാവുന്നതോടൊപ്പം അത് സമൂഹത്തിന് ഒരു മോശമായ പ്രവണതയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് പൗരബോധത്തിന്റെ പ്രാധാന്യം ഉൾപ്പെടുത്തുന്നത്. അതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പൗരബോധത്തിന്റെ പ്രാധാന്യമായിട്ട് കാണിച്ചിരിക്കുന്നത് മാലിന്യം, ജലക്ഷാമം, പ്രളയം, അഴിമതി. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വേണ്ടി അത് കൊണ്ടുവരിക. അതാണ് നമുക്ക് നോക്കാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് പൗരബോധത്തിന്? സാധാരണ ജനറൽ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷ കേൾക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇത് മതി അല്ലേ? നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സാവധാനങ്ങളും മറ്റു ഘടകങ്ങളും